ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും അമേരിക്ക തടവുകാരാക്കിയ നടപടി. വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കസിൽ നിന്ന് അതീവ രഹസ്യ നീക്കത്തിലൂടെയാണ് അമേരിക് ഇവരെ പിടികൂടിയത്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ലഹരി വിചാരണകളിലൊന്നാണ് ഇവരെ കാത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇതോടെ വെനസ്വേലയിലെ കാർട്ടൽ ഡെ ലോസ് അസോൾസ് എന്ന നിഗൂഢ സംഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ രേഖകൾ പ്രകാരം ഇതൊരു സാധാരണ മാഫിയ സംഘമല്ല, മറിച്ച് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയും അദ്ദേഹത്തിന്റെ സർക്കാരിലെ ഉന്നതരും നേരിട്ട് നയിക്കുന്ന ഒരു വിദേശ ഭീകര സംഘടനയാണ്. 1990കളിൽ വെനസ്വേലൻ ജനറൽമാർ തോളിൽ അണിഞ്ഞിരുന്ന നക്ഷത്ര ചിഹ്നമായ സൂര്യൻ എന്നതിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞത്. ഒരു കാലത്ത് രാജ്യസ്നേഹത്തിന്റെ അടയാളമായിരുന്ന ആ സൂര്യന്മാർ ഇന്ന് കൊക്കൈൻ കടത്തിന്റെ മുദ്രകളായി മാറിയെന്നാണ് അമേരിക്കയുടെ ആരോപണം. എണ്ണ സമ്പത്ത് കൊണ്ട് സ്വർഗമാകേണ്ടിയിരുന്ന വെനസ്വേല സാമ്പത്തിക തകർച്ച നേരിട്ടപ്പോൾ കണ്ടെത്തിയ എളുപ്പവഴിയായിരുന്നു ലഹരിക്കടത്ത് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ശമ്പളം കൊടുക്കാൻ പണമില്ല, അതിർത്തിയിൽ നിന്ന് നിങ്ങൾക്കുള്ളത് ഉണ്ടാക്കിക്കോളൂ എന്ന് ഈ കാലത്ത് പട്ടാളത്തിന് നൽകിയ മൗനാനുവാദമായിരുന്നു ഇതിന് തുടക്കം. ഇതിനു പിന്നാലെ കൊളംബിയയിലെ ഗറില്ല ഗ്രൂപ്പായ FARCയും വെനസ്വേലൻ സൈന്യവും കൈകോർത്തതോടെ അമേരിക്കയിലേക്ക് ടൺ കണക്കിന് കൊക്കൈൻ ഒഴുകാൻ തുടങ്ങി. വെനസ്വേലൻ വ്യോമസേനയുടെ സഹായത്തോടെയാണ് ഈ ഒഴുക്ക് നടക്കുന്നതെന്ന് മുൻ DEA ഏജന്റായ വെസ്ലി ടാബർ വെളിപ്പെടുത്തുന്നു. എന്നാൽ വെറും പണമുണ്ടാക്കൽ മാത്രമല്ല മദൂറോയുടെയും സംഘത്തിന്റെയും ലക്ഷ്യമെന്ന് അമേരിക്കൻ ഭരണകൂടം വിശ്വസിക്കുന്നു. ലഹരിപ്പണം ഉപയോഗിച്ച് അമേരിക്കൻ സമൂഹത്തെ തകർക്കുക എന്ന നാർക്കോ ടെററിസമാണ് ഇവർ നടപ്പിലാക്കുന്നതെന്നാണ് ട്രംപിന്റെ ആരോപണം. മദൂറോയുടെ വലം കൈയായ ഡിയോസ് ഡാഡോ കബെല്ലോയും ഇതിന്റെ പ്രധാന കണ്ണിയാണെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. മദൂറോയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് $15 മില്യൺ പാരിതോഷികം പ്രഖ്യാപിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചതും ഈ ഭയം തന്നെയായിരുന്നു. കൂടാതെ വെനസ്വേലയിലെ ആർക്കോ മിനറോ മേഖലയിൽ അനധികൃത സ്വർണ്ണ ഖനനവും നിയന്ത്രിക്കുന്നത് ഇതേ കാർട്ടലാണെന്ന് പറയപ്പെടുന്നു. 2015 ഒരു സംഭവത്തിലൂടെയാണ് ഈ സാമ്രാജ്യത്തിന്റെ വ്യാപ്തി ലോകം തിരിച്ചറിഞ്ഞത്. ഹെയ്ത്തിയിലെ പോർട്ടോ പ്രിൻസിലെ ആഡംബര ഹോട്ടലിൽ വെച്ച് മദൂറോയുടെ ഭാര്യയുടെ അനന്തരവന്മാരായ ഫ്രാങ്കോ ഫ്ലോറസും എഫ്രൈൻ കാംബോയും പിടിയിലാകുന്നു. പ്രസിഡന്റിന്റെ വിമാനത്താവളത്തിലെ VVIP റൂം ഉപയോഗിച്ച് ടൺ കണക്കിന് ലഹരി കടത്താമെന്ന് വാഗ്ദാനം ചെയ്ത ഇവർ വേഷം മാറിയെത്തിയ അമേരിക്കൻ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരോടാണ് സംസാരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 2022 തടവുകാരുടെ കൈമാറ്റത്തിലൂടെ ഇവർ മോചിപ്പിക്കപ്പെട്ടെങ്കിലും വെനസ്വേലൻ ഭരണകൂടത്തിന് ലഹരി മാഫിയുമായുള്ള ബന്ധം വെളിപ്പെടുത്തിയ സംഭവമായിരുന്നു അത്. മദൂറോയുടെ അറസ്റ്റോടെ അമേരിക്കൻ വാദങ്ങൾക്ക് ശക്തി പകരുകയാണെങ്കിലും മറുപക്ഷത്ത് ശക്തമായ എതിർവാദങ്ങൾ ഉന്നയിക്കുന്നവരുമുണ്ട്. വെനസ്വേലയുടെ അയൽരാജ്യമായ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയും ഇതിനെ തള്ളിക്കളയുന്നു. തങ്ങളെ അനുസരിക്കാത്ത സർക്കാരുകളെ താഴെയിറക്കാൻ തീവ്ര വലതുപക്ഷക്കാർ മെനഞ്ഞെടുത്ത തിരക്കഥയാണ് ഇതെന്നാണ് പെട്രോയുടെ പക്ഷം. ഏതായാലും ന്യൂയോർക്കിലെ കോടതി മുറിയിൽ മദൂറോ വിചാരണ നേരിടുമ്പോൾ പുറത്തുവരുന്നത് വെറും ലഹരിക്കടത്തിന്റെ കഥകൾക്കപ്പുറം ഒരു രാജ്യം തന്നെ മാഫിയയായി മാറിയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാകും. സഖ്യത്തിൽ നിന്ന് കടുത്ത ശത്രുതയിലേക്ക് പരിണമിച്ച 2 നൂറ്റാണ്ടിലധികം നീണ്ട ബന്ധമാണ് അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ളത്. ഗ്രാൻഡ് കൊളംബിയയിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം 1835 വെനസ്വേല അമേരിക്കയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത്. 20ാം നൂറ്റാണ്ട് വരെ പക്ഷേ രാജ്യത്ത് അമേരിക്കയുടെ സ്വാധീനം പരിമിതമായിരുന്നു. 1900കളുടെ തുടക്കത്തിൽ എണ്ണ കണ്ടെത്തിയതോടെ ഇതിന് മാറ്റം വന്നു. അമേരിക്കൻ കമ്പനികൾ വെനസ്വേലയുടെ പെട്രോളിയം മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചു. ഇതോടെ രാജ്യത്ത് അധികാരത്തിലെത്തിയ സ്വേച്ഛാധിപതികളെ അമേരിക്ക പിന്തുണച്ചു. ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ വിശ്വസ്ത സഖ്യകക്ഷികളിൽ ഒരാളായിരുന്നു വെനസ്വേല. 1970കളുടെ അവസാനത്തിൽ ഇതിന് മാറ്റം വന്നു. 1976 പ്രസിഡന്റ് കാർലോസ് ആൻഡ്രേസ് പെരസിന്റെ കീഴിൽ എണ്ണ ദേശസാൽക്കരണത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായി. 1998 സോഷ്യലിസ്റ്റ് നേതാവ് ഹ്യൂഗോ ഷാവോസ് അധികാരത്തിലെത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി. സാമ്രാജ്യത്വ വിരുദ്ധ സോഷ്യലിസ്റ്റ് നിലപാട് സ്വീകരിച്ച ഷാവോസ് ക്യൂബ, ഇറാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തി. ഇതോടെ അമേരിക്കയുമായുള്ള ബന്ധം മോശമായി. പിന്നാലെ അട്ടിമറി ആസൂത്രണം ചെയ്തുവെന്നാരോപിച്ച് ഷാവോസ് അമേരിക്കയുമായുള്ള സൈനിക ബന്ധം വിച്ഛേദിക്കുകയും നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്തു. 2002 ശേഷം സംഘർഷങ്ങൾ ഉച്ചസ്ഥായിയിലെത്തി. ശത്രുത പുലർത്തുമ്പോഴും എണ്ണ വ്യാപാരം ശക്തമായി തന്നെ തുടർന്നിരുന്നു. 2010 വരെ വെനസ്വേല അമേരിക്കയുടെ മുൻനിര എണ്ണ കയറ്റുമതിക്കാരായിരുന്നു. വെനസ്വേലയിലെ ദരിദ്ര വിഭാഗങ്ങൾക്ക് വേണ്ടി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ ഷാവേസിന് വലിയ ജനപിന്തുണയുണ്ടായിരുന്നു. ഇതോടെ 2000 രണ്ടാം തവണയും ഷാവേസ്
പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2013 മരിക്കുന്നതുവരെ ഷാവേസ് തന്നെയായിരുന്നു വെനസ്വേലയെ ഭരിച്ചിരുന്നത്. ഷാവേസിന് പിന്നാലെ നിക്കോളാസ് മദൂറോ ഭരണത്തിലേറിയതോടെയാണ് അമേരിക്ക വെനസ്വേല ബന്ധം ഏറ്റവും മോശം സ്ഥിതിയിലേക്ക് എത്തുന്നത്.